ഈ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലും വരുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ വീടും പുരയിടവും നേരത്തെയും ദുരൂഹത നിറഞ്ഞതാണെന്ന് 12 വർഷം മുമ്പ് ഒപ്പമുണ്ടായിരുന്ന പള്ളിപ്പുറം സ്വദേശി കണ്ണൻ ന്യൂസ് 18 വെളിപ്പെടുത്തി. വീടിനുള്ളിലേക്ക് സെബാസ്റ്റ്യൻ ആരെയും പ്രവേശിപ്പിക്കില്ല, ജനലോ വാതിലുകളോ തുറക്കില്ല, ദിവസം മുഴുവൻ കൂടെ സഞ്ചരിക്കുമ്പോഴും വീടിന്റെ കോമ്പൗണ്ടിൽ എത്തിയാൽ പുറത്ത് നിർത്തുമെന്നും ഉടൻ ഗേറ്റ് താഴ്ത്തു പൂട്ടുമെന്നുമാണ് വെളിപ്പെടുത്തൽ. എത്ര മദ്യപിച്ചാലും ബോധരഹിതനാകാത്ത സെബാസ്റ്റ്യൻ ആരോഗ്യമില്ലാത്ത ആളെ പോലെ നടിക്കുന്നതാണെന്നും കണ്ണൻ പറയുന്നു. ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാണ് വിശ്വസിക്കുന്നതെന്നും കണ്ണൻ ന്യൂസ് 18 പ്രതികരിച്ചു. ആദ്യം കണ്ണന്റെ പ്രതികരണത്തേക്ക്. 2013 കാലയളവിലാണ് ബിന്ദു പത്മനാഭന്റെ ഇടപ്പള്ളിയിലടക്കമുള്ള 3 ഏക്കറോളം സ്ഥലം സെബാസ്റ്റ്യൻ വിൽക്കുന്നത്. ആ കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ എന്തായിരുന്നു? അന്ന് സെബാസ്റ്റ്യനോടൊപ്പം ഒരാഴ്ചയോളം വാഹനം ഓടിക്കാനായി ഉണ്ടായിരുന്ന കണ്ണനാണ് നമ്മളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കണ്ണൻ, സെബാസ്റ്റ്യനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? കണ്ടപ്പോ ഒത്തിരി പുള്ളി എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനായിട്ട് തോന്നി. ഒത്തിരി ഹൈഡ് ചെയ്ത് 2013 ആ കാലഘട്ടത്തിൽ ഒത്തിരി ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിട്ട് തോന്നി. പിന്നെ എപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ആളാണ്. ഇയാളുടെ കൂടെ ഒരു ദിവസം പോയാൽ എങ്ങനെയാണ്? ഫുൾ ടൈം മദ്യപാനമാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. മദ്യപിച്ച് ഇങ്ങനെ നടക്കുക എന്നൊരു മൈൻഡാണ്. പിന്നെ പുള്ളിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. അവിടെ പോയി അവിടെ നിന്ന് അവരെ കൂടെ നിന്ന് മദ്യപിക്കും. ഒത്തിരി ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴും അയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഗേറ്റ് പൂട്ടിയിട്ട് താഴ്ത്ത് പൂട്ടിയിട്ട് ഇറങ്ങുള്ളായിരുന്നു. പള്ളിപ്പുറത്തെ വീട് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇയാൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും താഴ്ത്ത് പൂട്ടി ഇറങ്ങും. അങ്ങനത്തെ ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ആ വീട്ടിൽ ആളുണ്ടെങ്കിലോ? ഒരു ദിവസം ചിലപ്പോഴേക്ക് പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്കിലും ഞാൻ ആ വീടിനകത്തൊന്നും കയറിയിട്ടില്ല. അകത്ത് ആരെയും കയറത്തില്ല പുള്ളി. അപ്പൊ വൈഫ് ഉണ്ടെങ്കിൽ പോലും പുള്ളി പുറത്തുനിന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പെരുമാറ്റത്തിലൊക്കെ ഒത്തിരി പുള്ളി നമ്മളെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ചെറുപ്പക്കാർ, ഇനി ഞങ്ങൾ പോലീസുകാരാണോ എന്നൊക്കെ പുള്ളി ഒത്തിരി ഭയപ്പെട്ടതായിട്ട് എനിക്കും എൻ്റെ ഫ്രണ്ടായ ശരകൃഷ്ണനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അയാളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് തോന്നുന്ന വെച്ചാൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളായിട്ട് തോന്നും. പക്ഷെ ആക്ച്വലി പുള്ളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളാണ്. സൗഹൃദമായോ നിങ്ങളായിട്ട്? സൗഹൃദമായെങ്കിലും ഞങ്ങൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് പുള്ളി കീപ്പ് ചെയ്തായിരുന്നു. അയാൾക്ക് നല്ല പൈസ ഉണ്ടായിരുന്നു. എപ്പോഴും ക്യാഷ് എടുത്ത് ഒത്തിരി ചെലവാക്കും. ക്യാഷ് ആയിട്ടാണ് പുള്ളി ചെലവാക്കുന്നത്. അതായത് ഒത്തിരി പൈസ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? പൈസയുടെ കയ്യിൽ കരുതുന്ന പൈസയുടെ അളവാണോ? കയ്യിൽ കരുതിയ പൈസ അങ്ങനെയാണ് പുള്ളി അന്ന് ചെലവാക്കിക്കൊണ്ടിരുന്നത്. കണ്ണ് ഇപ്പൊ എന്ത് തോന്നുന്നു? ഈ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചായി തോന്നുന്നു? എന്റെ ഒരു കാഴ്ചപ്പാടി ഒരുപക്ഷെ അവര് ജീവനോടെ ചാൻസ് കുറവാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവർ ഓരോരുത്തരും പറയുന്നത്. എന്തായിരുന്നു 2013 കാലഘട്ടത്തിൽ സെബാസ്റ്റ്യൻ എന്നുള്ളത് വളരെ കൃത്യമായി ഈ കണ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ ആ വീടിന്റെ ദുരൂഹത എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് കണ്ണനോട് സംസാരിച്ചത്. ശരണ്യ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശരണ്യ, ഈ കണ്ണൻ പറയുന്നത് കേട്ടാൽ അതിൽ എത്ര നാൾ ഈ കണ്ണൻ ആദ്യം അത് അന്വേഷിക്കട്ടെ. ആദ്യം എത്ര നാൾ ഈ കണ്ണൻ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഈ സെബാസ്റ്റ്യനൊപ്പം? എൽദോ വളരെ കുറച്ച്, അതായത് 1-2 ആഴ്ചയോളമാണ് കണ്ണൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. കണ്ണനും ശരത്തും, അതായത് ഇവർ രണ്ടുപേരും പള്ളിപ്പുറം സ്വദേശികൾ തന്നെയാണ്. ഇവരെ ആ സ്ഥലത്ത് തന്നെയുള്ള സെബാസ്റ്റ്യൻ സ്ഥിരമായി ചെല്ലാറുണ്ടായിരുന്ന ഒരു വീടുണ്ട്, ഷീജ എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായി. അവരുമായി സൗഹൃദത്തിലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ്, ഷീജയാണ് ഈ ചെറുപ്പക്കാരോട്, അതായത് ഇവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആയിട്ട് നടന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇവരോട് പറയുന്നു, സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ എറണാകുളത്തെ പ്ലോട്ട് വിറ്റതിൻ്റെ 1.5 കോടി രൂപയോളമാണ് കിട്ടിയിട്ടുള്ളത്, വലിയ ബന്ധങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ അങ്ങനെ ഒരാളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ സെബാസ്റ്റ്യനുമായി സൗഹൃദത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അവർ തുറന്ന് നമ്മളോട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ബിസിനസ്, ഞങ്ങൾ ചെറുപ്പക്കാരാണ്, ഞങ്ങൾക്ക് വലിയ കച്ചവടമൊന്നുമില്ല, അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇയാളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ, ഇയാൾക്ക് ഒത്തിരി ബന്ധങ്ങളുള്ള ആളാണ്, അപ്പോൾ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് പോയെന്ന് അവർ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരു 1-2 ആഴ്ചയോളം ഇയാളുടെ കൂടെ തുടർന്നു എന്നുള്ളതാണ്. ഈ നമ്മളോട് സംസാരിച്ച കണ്ണനായിരുന്നു ഇയാളുടെ വാഹനം ഓടിച്ചത്. ഒപ്പം തന്നെ ശരത്ത് ആ വണ്ടിയിലും ഉണ്ടാകുമായിരുന്നു എന്നാണ് കണ്ണൻ വ്യക്തമാക്കിയത്. ആ യാത്രകളിലെ ദുരൂഹതയാണ് അയാൾ നമ്മളോട് വിവരിച്ചത്. അതായത് രാവിലെ വണ്ടിയും എടുത്തൊരു ഇത്രയധികം പണം കയ്യിലുള്ള ആളാണ് സെബാസ്റ്റ്യൻ. അതായത് ബിന്ദു പത്മനാഭന്റെ ആ സമയത്തെ 3 ഏക്കറോളം ഭൂമിയാണ് ബിന്ദുവിൻ്റെയും പ്രവീണിൻ്റെയുമായി ഇയാൾ തട്ടിയെടുത്തത്. അങ്ങനെ ആ എറണാകുളത്തെ പ്ലോട്ട് തന്നെ കോടികൾ വിലമതിക്കുന്ന പ്ലോട്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള പണം ഇയാളുടെ കയ്യിൽ വിറ്റതിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാവിലെ ഒരു വാഗനർ കാറിൽ, ഒരു പഴയ വാഗനർ കാറിലാണ് ഇയാൾ ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ
ഇവരെ വിളിച്ചുകൊണ്ട് പോകും. ഇവരാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം കൊണ്ടുപോയി ഓരോ സ്ഥലത്തും മദ്യം മേടിക്കും, വണ്ടിക്കകത്തിരുന്ന് മദ്യപിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും മദ്യം മേടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ തുടർച്ചയായ മദ്യപാനമാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ഇടയ്ക്ക് സുഹൃത്തുക്കളുടെ എന്ന് പറഞ്ഞ വീടുകളിലൊക്കെ കൊണ്ടുപോകും, അവിടെയും ഇരുന്ന് മദ്യപിക്കും. അതിനുശേഷം തിരിച്ചു വരും. എത്ര മദ്യപിച്ചാലും ഞാൻ ചോദിച്ചു, ഒരു ലക്കേട്ട അവസ്ഥയിലേക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, അയാൾ പോകാറില്ല എന്നാണ് ഈ ചെറുപ്പക്കാർ. ഇവർക്ക് തന്നെ ഒരു വളരെ ക്യൂരിയസ് ആണ്. അവർ പറയുമ്പോൾ അവരുടെ കണ്ണുകളിലുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് എത്ര മദ്യപിച്ചാലും ഇയാൾ ലക്കേടില്ല. മാത്രമല്ല ഇയാൾ അക്കൗണ്ട് ത്രൂ ഒരു പരിപാടി ഇല്ലെന്നാണ് അവർ പറയുന്നത്. എപ്പോഴും കാറിനകത്ത് പൈസ കാണും. പക്ഷെ ഇവർക്കൊന്നും 1 രൂപ പോലും വഴിവിട്ട് അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. മറിച്ച് അയാൾ ഈ മദ്യം വാങ്ങുമ്പോഴും മദ്യവും ഭക്ഷണവും പിന്നെ സ്ത്രീ വിഷയവും. അപ്പോൾ ഈ ഭക്ഷണം വാങ്ങുന്ന ഘട്ടത്തിലും മദ്യം വാങ്ങുന്ന ഘട്ടത്തിലും ഈ പറഞ്ഞ 500-ന്റെ നോട്ടുകളൊക്കെയാണ്, അത്തരത്തിലുള്ള നോട്ടുകളാണ് ഇയാളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അത്തരത്തിൽ അയാളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും പൈസ ഉള്ളവനായിട്ട് പുറത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം എപ്പോഴും ഒരുമാതിരി മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇടുക. സുഖമില്ലാത്ത ഒരാളെ പോലെയാണ് അയാൾ നടിക്കുക. കാരണം 2013 പറയുമ്പോൾ ഐഷ തിരോധാനം കഴിഞ്ഞിട്ട് 1 വർഷം പോലും ആകുന്നില്ല. ആ ഒരു സമയത്താണ് ഇവർ കൂടെ ചെല്ലുന്നത്. ആ സമയത്തുമൊക്കെ ഇത് ഇങ്ങനെ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെയധികം ദുരൂഹതകൾ, അതായത് 2.5 ഏക്കർ വരുന്ന ഒരു പുരയിടമാണ് എൽദോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് കാണിച്ചു തന്നതാണ്. ഈ പുരയിടവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവർ പറഞ്ഞത്, ഇത്രയും ഇവരുമായി നടന്നൊരു സൗഹൃദം ഇയാൾ കാണിക്കുമ്പോൾ പോലും ആ വീടിന്റെ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഗേറ്റ് പോയിട്ടും, മാത്രമല്ല അകത്തേക്ക് ഒരു മനുഷ്യന് പ്രവേശനമില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഇവരെ ഒരു സ്ത്രീ അകത്ത് കാണുന്നുണ്ട്. ആ സ്ത്രീ സെബാസ്റ്റിന്റെ ഭാര്യയാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർ ഭാര്യയെ നേരിട്ട് കണ്ടിട്ടുമില്ല എന്ന് പറയുന്നു. സ്ത്രീയെ ഇവർ എന്തായാലും കണ്ടിട്ടുണ്ട് അകത്ത്. പള്ളിപ്പുറം പള്ളി, അവർ ആ തീയതിയൊക്കെ പറയുന്നുണ്ട്. പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിലെന്നാണ് വീട്ടിൽ പാകം ചെയ്യാനുള്ള ഭക്ഷണ സാധനങ്ങളുമായിട്ട് ഇയാൾ വരുന്നു. അപ്പോൾ ഈ കതകിന്റെ പകുതി തുറന്ന് ഈ സ്ത്രീയെ കാണുന്നു. ഇയാൾ അകത്തേക്ക് കയറുന്നു, കഥ കടയ്ക്കുന്നു. ഒരു ജനൽ പോലും ആ വീടിന്റെ തുറക്കാറില്ല എന്നുള്ളതാണ്. അന്നും ഈ കോമ്പൗണ്ട്, ഇവർ പറഞ്ഞ ആ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. മാത്രമല്ല നിരവധി ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ കാട് പിടിച്ച അവസ്ഥയായിരുന്നു ആ വീടും പുരയിടവും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സെബാസ്റ്റ്യനും ഇവരുമായി കാറിനകത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഭാര്യ അകത്തുള്ളപ്പോഴും ഈ ഗേറ്റ് ഇയാള് ലോക്ക് ചെയ്ത് ആണ് പോകുന്നത്. അതായത് താഴിട്ട് പൂട്ടിയാണ് പോകുന്നത് എന്നുള്ളതാണ്. ആ കോമ്പൗണ്ടിലേക്ക് ആരും പ്രവേശിക്കാനായി സെബാസ്റ്റ്യൻ അനുവദിച്ചിരുന്നില്ല. അതിൽ വളരെ ശ്രദ്ധയാലുമായിരുന്നു സെബാസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ഈ കണ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഒപ്പം തന്നെ നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരിക്കും, അത്തരത്തിൽ ആളുകളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എപ്പോഴും ഇവർ സംശയത്തോടെയാണ് നോക്കിയിരുന്നത്. കാരണം ഇവർ 2 ചെറുപ്പക്കാർ, ഇവർ റിയൽ എസ്റ്റേറ്റ് മോഹങ്ങളും ഒക്കെ ആയിട്ടാണ് സെബാസ്റ്റിന്റെ കൂടെ ചെന്ന് ചേർന്നെങ്കിലും, പക്ഷേ ഇയാൾ എപ്പോഴും സംശയിച്ചിരുന്നത് ഇവർ പോലീസുകാരാണോ എന്നുള്ള സംശയം ഇവരോട് ഉണ്ടായിരുന്നു. ഒരു ഘട്ടമായപ്പോൾ ഇവരെ തിരിച്ചു ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. അതായത് ഡിവൈഎസ്പി റാങ്കിലുള്ള ആളുകളുണ്ട്, എന്നോട് മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി തനിക്ക് ബന്ധമുണ്ട്, അതുകൊണ്ട് മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയാണ് അന്ന് ഇയാളിൽ നിന്ന് വിട്ടുപോകുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എൽദോ റൈറ്റ്. എന്നാലും സെബാസ്റ്റ്യന്റെ ഉള്ളിലുള്ളത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അയാൾക്ക് ചുറ്റും അടപടലം ദുരൂഹതയാണ്. ആ വീടും പുരയിടവും എങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു, അതിനുള്ളിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ടോ അതുപോലെ തന്നെ അയാളുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അത്രമാത്രം നിഗൂഢതകൾ നിറഞ്ഞ ഒരു മനുഷ്യനാണ്. കേസ് അന്വേഷണം പുരോഗമിക്കുന്നു, കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു, കൂടുതൽ വിവരങ്ങൾ അയാളെ പറ്റി വരികയും ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ ഒരു വ്യക്തത കൃത്യമായി തെളിയുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും ചേർന്നത്.